അലീന ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മൈമിനും അതുപോലെ ബാലേന്ദ്രനുമായിട്ട് ഫുഡ് എടുക്കാനായിട്ട് അവളെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് മനു പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട മനുവേട്ടാ, ഇപ്പോൾ ഇവിടെ ആവശ്യങ്ങളുള്ളതല്ലേ, പോവാന് എനിക്കറിയാലോ. ഒരു ഓട്ടോ വിളിച്ചാൽ അങ്ങോട്ടേക്ക് പോവാന്നല്ലേ ഉള്ളൂ. മോളെ അത് സാരമില്ല, ഞങ്ങൾ കൊണ്ടാക്കാം. വേണ്ടച്ചാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അത് മാത്രമല്ല, കുറച്ച് കറികൾ കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി നേരം അവിടെ നിൽക്കേണ്ടി വരില്ലേ, അത് സാരമില്ല എന്ന് പറയാണ്. ഞാൻ പോയിട്ട് കറിയും ചോറും ഒക്കെ എടുത്തോണ്ട് വരാം. മോളെ, ഈ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചാൽ പോരായിരുന്നോ? എന്തിനാ വെറുതെ വീട്ടിൽ നിന്നൊക്കെ ചുമന്നിട്ട് കൊണ്ടുവരുന്നേ? ക്യാൻറ്റീനിലെ ഫുഡൊന്നും അത്രയ്ക്ക് പോരാച്ചാ. അച്ഛനങ്ങനെ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതല്ലോ, മനുവേട്ടനും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം, അത് മതി. വീട്ടിലെ ഫുഡാകുമ്പം വേറെ പ്രശ്നമൊന്നും കാണില്ല. പിന്നെ അമ്മയ്ക്ക് കഞ്ഞിയാണെങ്കിലും കൊണ്ടുവരണ്ടേ. ഇപ്പോൾ ആഹാരം ചെറുതായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയതല്ലേ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അങ്ങനെ നിർബന്ധം പിടിച്ച് അലീന ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് മനു കൊണ്ടാക്കുന്നുണ്ട്. മനു പറയാണ്, ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ, വേണ്ട മനുവേട്ടാ, ഞാൻ പോയിക്കോളാം. ഇനി അത് മതി. അവിടേക്ക് അറിഞ്ഞാലേ ഓരോന്നുണ്ടാക്കി പറയാനായിട്ട്. നമ്മൾ രണ്ടും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിന്നറിഞ്ഞാൽ പിന്നെ മനുവേട്ടൻ അമ്മ അതും ഇതൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാ ഞാൻ മനഃപൂർവ്വമായിട്ടും മനുവേട്ടനോട് വരണ്ടെന്ന് പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ വന്നിട്ടേ ഉള്ളൂ. ആരാ എന്താ പറഞ്ഞേ, ഞാൻ നോക്കട്ടെ. അത് വേണ്ട മനുവേട്ടാ, നമ്മളായിട്ട് എന്തിനാ ഇങ്ങനൊരു വിവാഹത്തിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കൃഷ്ണമോളും അവിടെ ഇല്ല, അവളും സ്കൂളിൽ പോയിരിക്കല്ലേ. അതുകൊണ്ട് മനുവേട്ടൻ വൈകുന്നേരം വന്നാൽ മതി. എന്നെ വിളിക്കാറാകുമ്പം ഞാൻ വിളിക്കാം, അപ്പോൾ വന്നെന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, താന് വിളിക്കാറാകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞ് മനു അവിടെ അലീനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. അലീന ഒരു ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം രാജീവനും ശിവനും അവിടെ നിന്ന് കാണുന്നുണ്ട്. മനു അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്ന ഞാൻ കരുതിയത്. എന്തായാലും അവൻ കൂടെ ഇല്ല, അവള് തന്നെയാ പോകുന്നത്. തിരിച്ചെല്ലാറാകുമ്പം അവനെ വിളിക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ദാസിയായിട്ട് എന്റെ മകൻ പോണമായിരിക്കും അല്ലേ. അവളെപ്പോലുള്ള ആ ഒരു പിഴച്ചുപറ്റ സന്തതിക്കൊക്കെ എന്തൊരു അഹങ്കാരാ. ഇതോടുകൂടി അവളുടെ അഹങ്കാരം തീരും. അവളെ എവിടെ കൊണ്ടെന്ന് പറഞ്ഞു വിട്ടാലുവേ അവള് പൂച്ചക്കുട്ടിയെ പോലെയാ. തിരിച്ച് മണം പിടിച്ച് കയറി വരാൻ അവള് മിടിക്കുക. ഒരിക്കലും ഇവിടുന്ന് അടന്നു പോയില്ല. അല്ലെങ്കിൽ തന്നെ അന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടപ്പോ അവൾക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ പോരായിരുന്നോ? അവള് നേരെ പോയത് എങ്ങോട്ടാ? ഹോസ്പിറ്റൽ ബാലേന്ദ്രനടുത്തേക്ക്. അവിടെ ചെന്നാൽ അവളെ പറഞ്ഞേക്കില്ലെന്ന് അവൾക്കറിയാം. ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാ അവൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. ഇന്നും നമ്മൾ അങ്ങനെ അവളെ കൊണ്ടുവന്ന് എവിടെയും പറഞ്ഞു വിട്ടാലേ അത് നമുക്ക് തന്നെ വിനയാവും. അന്ന് കമലയ്ക്കും എൻ്റെ മകനും ഒക്കെ നല്ല അടി കിട്ടി. എൻ്റെ മകനിട്ടെ ഒരു ചവിട്ടാ കിട്ടിയത്. അതൊന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കില്ല. എന്നെ തല്ലാഞ്ഞതേ അവൻ്റെ മൂത്തതാണെന്നും അളിയനാണെന്നും ഉള്ള ഒറ്റ കാരണം കൊണ്ടാ. എൻ്റെ ഭാര്യയെ പോലും അവൻ ചൂലുകൊണ്ട് അടിച്ചു. അതുകൊണ്ട് ഇനി അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. അവൻ്റെ പുന്നാര മോള്, ആ പുന്നാര മോളെ ഇനി എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്നുണ്ട്. രാജീവും പറയാണ്, അതെ, ഇത്രയും കാലം നമ്മുടെ വൈജയനെ അവൻ എന്തുമാത്രം ചതിച്ചു. നമ്മളുടെ പെങ്ങള് ഈ അവസ്ഥയില് ഈ ഹോസ്പിറ്റലില് ഇങ്ങനെ കിടക്കുമ്പോൾ പോലും അവൻ അപ്പോഴും അവന്റെ ആ പെണ്ണിനെ മതി. അവന്റെ മോള് ഏത് മോളെന്നൊക്കെ ആർക്കറിയാം. ആ 2 വർഷം അവൾ ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് അവൻ ഏതെങ്കിലും വെപ്പാട്ടി ഉണ്ടായി കാണും, അതിലുണ്ടായ കുട്ടിയായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് രാജീവനും ശിവനും പറയാണ്. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് അവര് ഓട്ടോയുടെ പിന്നാലെ തന്നെ പോവാണ്. ഓട്ടോ പോയി വീട്ടിൽ നിർത്തുന്നുണ്ട്. അവള് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശിവനും അതുപോലെ രാജീവനും കാറിന് പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം അലീന അകത്തേക്ക് കയറി പോവാണ്. ഡോർ തുറന്ന് അവള് സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം നേരെ കുളിക്കാനായിട്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ ഡോറ് അവള് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ കുളിക്കാനായിട്ട് പോണത്. ശിവനും രാജീവനും വാതിക്കൽ പോയി നിൽക്കാണ്. അവൾ ഡോറ് തുറന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ഇവളകത്ത് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ബാക്കിയുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് അവളെ പാചകത്തിന് കയറിയിരിക്കുകയാണ്. ഈ സമയത്ത് പുറത്തു നിന്ന് ശിവൻ ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ അലീന ഓർക്കാണ്, ഈ സമയത്ത് ഇതാര് വരാനാ? ബബിതയും രോഹിത്തും ഒക്കെ ആണെങ്കിലും കോളേജിൽ പോയി കാണും. അതുപോലെ തന്നെ കൃഷ്ണമോളും സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായിട്ടില്ലല്ലോ. പിന്നെ ഇതാരായിരിക്കും? അല്ല, അത് മാത്രമല്ല, ഇനി ആ ഹരിയങ്ങാണോ ആയിരിക്കും. ഈശ്വര, ഞാനിനി എന്ത് പറഞ്ഞ് അവനിവിടുന്ന് പറഞ്ഞയക്കും? ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളല്ലോ. ഇനി കമല ആൻറ്റിയും എല്ലാവരോടും ഗ്രൂപ്പ് ചേർന്ന് വന്നതായിരിക്കോ അന്നത്തെ പോലെ ബഹളം ഉണ്ടാക്കാൻ? അങ്ങനെ ഇവള് ഫോണെടുത്ത് ഇവളുടെ കയ്യിൽ വെച്ചിട്ട് മനുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നുണ്ട്. മനു ഫോൺ എടുക്കുന്നുണ്ട്. ഇതെന്താ അലീന വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നേ? ഹലോ അലീന, കേൾക്കുന്നുണ്ടോ? എന്തു പറ്റി കാണും? ഇത്ര നേരം കൊണ്ട് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമായില്ലല്ലോ.
അപ്പോഴേക്കും അലീന പോയിട്ട് കഥ തുറക്കുന്നുണ്ട്. നോക്കുമ്പം അവിടെ നിൽക്കുന്നത് ശിവനും രാജീവനുമാണ്. അങ്കിളുമാരോ, നിങ്ങളെന്താ ഇവിടെ? അങ്കിളോ? ആരുടെ അങ്കിളാടി ഞങ്ങള് എന്നും ചോദിച്ചുകൊണ്ട് ശിവനും രാജീവും അകത്തേക്ക് കയറുന്നുണ്ട്. അലീന പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇവിടെ വേറെ ആരുമില്ല എന്ന് പറയുമ്പോഴേക്കും, വേണ്ടടി, വേറെ ആരും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം നിന്നെയാ, നിന്നെ കാണാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. നീ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു, നിന്നെ ഫോളോ ചെയ്ത് തന്നെയാ ഞങ്ങൾ വന്നേ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മനുവിന് മനസ്സിലാവാണ് ഇവരവിടെ ചെന്നിട്ടുണ്ട്, അത് തന്നെ അറിയിക്കാനായിട്ട് ആലീന മനഃപൂർവ്വം തനിക്ക് ഡയൽ ചെയ്തതാണെന്നുള്ള കാര്യം മനു മനസ്സിലാക്കാണ്. മനു പെട്ടെന്ന് തന്നെ ആ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ എന്ന് പറയുമ്പം, എന്തിനാടി ആ റമ്മയെ കെട്ടിക്കാനാടി നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അവിടെ കിടക്കുന്നതേ ഞങ്ങളുടെ പെങ്ങളാ, നിന്റെ അപ്പൻ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ പിഴച്ചു പ്രസവിച്ച മകളല്ലേടി നീ എന്തിനാടി എൻ്റെ പെങ്ങളെ നോക്കുന്നത് എന്ന് ചോദിക്കാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് അച്ഛനറിയാം, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, നിങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് പുറത്തിറങ്ങാനോ? ആരോടാടി നീ ആജ്ഞാപിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിനക്കറിയോടി എന്ന് ശിവൻ ചോദിക്കാണ്. രാജീവ് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളെ ഒഴിവാക്കിയിട്ട് ഇവിടെ കയറി സ്ഥാനം പിടിച്ച് ഞങ്ങളുടെ മക്കളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് അവളെ സുഖിക്കാൻ വന്നിരിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നോ? ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചിരിക്കുമ്പോഴേക്കും അലീന കൈ കുതിരിട്ട് അകത്തേക്ക് ഓടുകയാണ്. ഓടി മുറിലേക്ക് കയറുമ്പോൾ രാജീവും ശിവനും പിന്നാലെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ കർണക്കുറ്റി നോക്കി അവർ ഒറ്റ അടിയടിക്കാണ്. അലീന പെട്ടെന്ന് കുഴഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലീന ഷാള് പിടിച്ച് കൈ പുറകിൽ കെട്ടുകയാണ്. അങ്ങനെ അവളുടെ വായും കെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജീവനും ശിവനും പറയാണ്, ഇത്രേ ഉള്ളടി നീയാണോ ഞങ്ങൾക്ക് മത്സരിക്കാൻ വരുന്നത്? ഇതോടുകൂടി നിന്റെ അവസാനമാടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് കാറിലിടുന്നുണ്ട്. എടുത്തുകൊണ്ട് പോയി ആരും കാണാതെ കാറിൻ്റെ ബാക്ക് സീറ്റിലിടുക കേട്ടോ. സംഭവം ഇതേ സമയത്ത് നമ്മുടെ അലീനയുടെ ഫോണ് അവിടെ വെച്ച് മിസ്സായല്ലോ. അവളുടെ കയ്യിലിരുന്ന ഫോണ് ഇവരുടെ കൂടെ ഇങ്ങനെ ഓടിയ സമയത്ത് താഴെ പോയിട്ടോ. അങ്ങനെ മനുവായിട്ടുള്ള കോണ്ടാക്ട് ഡിസ്കണക്റ്റ് ആവുകയാണ്. പക്ഷെ മനു ഇവരെ പിന്നാലെ തന്നെ ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ രാജീവും ശിവനും കൂടി ഇവളെ വണ്ടിയിലാക്കിയിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. മനു ആ നിലമ്പരേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടാവില്ല. കഥകളെല്ലാം തുറന്ന നിലയിലും അല്ലാണ്ട് ഫോൺ താഴെ കിടന്ന നിലയിലും കിടക്കാണ്. ആ ഡെസ്കിൽ നിന്നും ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടിയതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ മനു ഇവളെ കൊണ്ടുപോയിന്ന് മനസ്സിലാക്കാണ്. എങ്ങോട്ട് പോയി, എന്താ സംഭവിച്ചേ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ പിന്നാലെ അതിലെല്ലാം ഓടുകയാണ് കേട്ടോ. വണ്ടി എടുത്തുകൊണ്ട് പായുന്ന സമയത്ത് രാജീവിനെ വിളിക്കാണ്. അങ്കിളെ എവിടെയാ? അടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല, അച്ഛൻ കൂടെയുണ്ടോ? ഉണ്ട് മോനെ, അച്ഛൻ ഉണ്ട് കൂടെ. എന്താ? അപ്പോഴേക്കും അല്ലാണ്ട് ഞരക്കം മുളിച്ചൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. എന്താ അങ്കിളെ ഒരു സൗണ്ട് പോലെ? ഏയ് ഒന്നുമില്ല മോനെ, ഞങ്ങളെ വണ്ടിയില്ല, നീ വെച്ചോ, ഞങ്ങൾ പിന്നെ വിളിക്കാം എന്ന് പറയാണ്. ലൊക്കേഷൻ കണക്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ മനു ആണെങ്കിൽ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കേട്ടോ. രാജീവിൻ്റെ ശിവൻ്റെയും ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി അലീനനെ ഒരു ഗോഡൗണിലേക്കാണ് കേട്ടോ കൊണ്ടുപോകണത്. അങ്ങനെ അവിടെ ചെന്ന് ഇവളെ കെട്ടിയിടുന്നുണ്ട്. അലീന ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ രാജീവനും ശിവനും അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യാണ്. കാരണം പോലീസൊന്നും ഒരിക്കലും ഇവരെ അന്വേഷിച്ച് ഈ ഗോഡൗണിലേക്ക് എത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് രാജീവും ശിവനും കൂടി ആ ഒരു ഫോൺ അവരെ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവർ ഗോഡൗണിലേക്ക് കയറുന്നത്. അവിടെ രണ്ട് റൗഡികളും ഉണ്ടായിരിക്കും കേട്ടോ. നേരത്തെ തന്നെ പറഞ്ഞ് അവർ സെറ്റാക്കി വെച്ചതാണ്. മനു ആണെങ്കിൽ ആ ഒരു ഏരിയ വരെ എത്തുമ്പോഴേക്കും ഇവരുടെ ഫോൺ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അവൻ പിന്നെ അവിടെ എല്ലാം അലഞ്ഞു തിരിയാണ് കേട്ടോ. എവിടെ പോയി എന്നുള്ള ഒരു പിടുത്തം ഇല്ലല്ലോ. പക്ഷെ ഒരു പോയിന്റിൽ വെച്ചാണല്ലോ ആ ഒരു ഫോണുകൾ തമ്മിൽ സ്വിച്ച് ഓഫ് ആയത്. അതായത് ഈ ഒരു ഗോഡൗണിനും ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അവനത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഏരിയ മൊത്തം അരിച്ച് പെറുക്കുന്നുണ്ട് കേട്ടോ. ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, ഫോട്ടോ കാണിച്ച് ഇവർ രണ്ടുപേരുടെ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഒരറിവുമില്ല. വണ്ടിയുടെ കളറൊക്കെ ഓട്ടോക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആർക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല കേട്ടോ. അങ്ങനെ മനു ഇങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടതിന് ശേഷം അലയുടെ വായിൽ തുണി അഴിക്കുന്നുണ്ട്. അലയിൽ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരയെ കാണിക്കുന്നെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, പിന്നീട് നിങ്ങളത് ഓർത്ത് ദുഃഖിക്കും. അപ്പോഴേക്ക് രാജീവ് വന്നിട്ട് അവളുടെ കവളത്തിങ്ങനെ പിടിച്ച് ചോദിക്കുകയാണ്, എന്താടി ഞങ്ങൾ ദുഃഖിക്കാൻ പോണത്? നിന്നെ കൊന്നാലേ ഞങ്ങളുടെ ആ ഒരു ദേഷ്യം തീരുള്ളൂ. നീ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ശരീരഭാഗം ഇറച്ച് കയറുമായിരുന്നു. എന്നിട്ടോ അവൻ പറഞ്ഞല്ലോ
നിന്റെ തന്ത അവളെ ഇവിടെ ഇറക്കിടാൻ പറ്റില്ലെന്ന്. നീ ആരാടി ഞങ്ങളുടെ പെങ്ങളെ ശുശ്രൂഷിക്കാൻ? കണ്ടവളെ പഴച്ചുപറ്റുള്ളടി നീ. നീ ഞങ്ങളുടെ പെങ്ങളെ ശുശ്രൂഷിക്കാൻ പോണോ? അപ്പോഴേക്കും അലിനെ പറയാണ്, പിഴച്ചു പ്രസവിച്ച ആരാണെന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ന് പറയുമ്പോഴേക്കും രാജയും ശിവനും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കാണ്. ഡി മിണ്ടായിരുന്നില്ലെങ്കിലേ ചവിട്ട് നിന്റെ അടിവേർ ഞങ്ങൾ കലക്കും എന്ന് പറയാണ്. അലിന പറയാണ്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയാ അങ്ങോട്ടേക്ക് വന്നത് കൊല്ലപ്പള്ളിക്ക്. ശേഷം നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് ആക്കിയതും. ഞാനിവിടെ വന്ന് എൻ്റെ ജോലിയാ ചെയ്തത്. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എൻ്റെ കുഴപ്പമല്ലല്ലോ. ആൽറെഡി നിന്റെ കുഴപ്പമല്ല. സ്നേഹനികേയത്തില് അന്ന് ഇവൻ വന്നിനെ കൊണ്ടുവന്നാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ബാലേന്ദ്രൻ നീ അയാളുടെ മകനാണെന്നുള്ള കാര്യമൊക്കെ അയാൾ മനസ്സിലാക്കി കാണും. അങ്ങനെ വന്ന് കൊണ്ടുവന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരച്ഛൻ മകളും വന്നിരിക്കുന്നു. 10-23 വർഷങ്ങൾക്ക് ശേഷം ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ബന്ധം. അവന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം വന്നല്ലടി നീ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ചെറുപ്പകാലം തൊട്ടേ അനാദിയായിട്ട് വളർന്നോളാം ഞാൻ. സ്വത്തുക്കളോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇന്നുമില്ല അന്നുമില്ല. എവിടെ പോയാലും കഷ്ടപ്പെടാനുള്ള മനസ്സും ആരോഗ്യം ഈശ്വരൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കും. അതിനെ ആരുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനോ മനുവേട്ടനോ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാം. ആര് വരണടി ഇവിടെ ആരും വരില്ല. ഈ സ്ഥലം അങ്ങനെ ആർക്കും അറിയത്തുമില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പോലും ഇപ്പൊ ആരും മനസ്സിലാക്കി കാണില്ല. നീ തിരിച്ചു വരാതിരിക്കുമ്പോളേ രാത്രിയാകും ബാലന്ദനൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ. അല്ലെങ്കിൽ കൃഷ്ണയൊക്കെ സ്കൂളിൽ തിരിച്ചു വരണം. അപ്പം അറിയുമായിരിക്കും നീ അവിടെ ഇല്ലെന്നുള്ള കാര്യം. അങ്ങനെ പോലീസ് എന്ന് അറിഞ്ഞാലുവേ ഞങ്ങൾക്കൊരു ചുക്കും ഇല്ലടി. എല്ലാം ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തതാ. നിന്റെ വീട്ടിലുള്ള CCTVയും എല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ കേടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാ അവിടെ നിന്നെ കൊണ്ടുപോയെന്നേ ആർക്കും അറിയില്ല. 2-3 ദിവസം കൊണ്ട് ഞങ്ങളിത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. 2 പ്രാവശ്യം നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെങ്കിലേ നീ പുഷ്പം പോലെയാ ആ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത്. അതും ബാലേന്ദ്രന്റെ കൈയും പിടിച്ച്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിലേക്കൂടെ തന്നെ നീ തിരിച്ചു കയറി വന്നല്ലോ. എൻ്റെ ഭാര്യയും മകനും ഒക്കെ നീ കാരണം അടികൊണ്ടു. എൻ്റെ മകൻ നീ കാരണം നാണം കിട്ടു. നീ ഒരുത്തി വന്ന് കയറി പിന്നെ എൻ്റെ പെങ്ങൾക്ക് ഈ അപകടം സംഭവിച്ചത്. അതുവരെ അവളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോവായിരുന്നു. മക്കളും ഭർത്താവും എല്ലാമായിട്ട് ഞങ്ങൾ 2 കുടുംബക്കാരും എൻ്റെ സന്തോഷത്തോടെ കഴിഞ്ഞതാ. 1-2 മാസം കൊണ്ട് എല്ലാം തലകീഴെ മറിഞ്ഞില്ലേ. എൻ്റെ വൈജ പോലും ഇപ്പോൾ ഈ ചത്ത ശവം പോലെ കിടക്കുന്നത് നീ ഒറ്റയിരുത്തി കാരണമാണ്. അവളുടെ ജീവിതത്തില് ഇന്നേ വരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. അവൾ വിഷമിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ നീ കാരണമാ അവള് വിഷമിച്ചത്. അപ്പോ അലിനെ പറയുന്നുണ്ട്, ആദ്യമായിട്ടല്ല ഞാൻ കാരണം മേഡം വിഷമിക്കുന്നത്. ഇതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാരണം നിങ്ങളുടെ പെങ്ങള് വിഷമിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ശിവനും രാജീവനും ചോദിക്കാണ്, എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം രാജീവൻ പറയാണ്, ഇവളങ്ങനെ പലതും വിളിച്ചു പറയേട്ടാ. ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ടാ. എടി നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നേ ഒരിക്കലും കരുതണ്ട. നീ ഒരു അനാഥയാ. നിന്നെ അന്വേഷണം ഇവിടെ ആരും വരാൻ പോണില്ല. ബാലേന്ദ്രൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി കേസ് വാദിക്കായിരിക്കും. അതിൽ നിന്നൊക്കെ പുഷ്പം പോലെ രക്ഷപ്പെടാനുള്ള വഴിയെ ഞങ്ങൾക്കറിയാം. ദേ ഈ നിൽക്കുന്ന 2 അവന്മാര് കണ്ടോ, നിന്നെ ഇവരെ ബാംഗ്ലൂരിലേക്കോ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോയിക്കോളും എന്ന് പറയുമ്പോഴേക്കും അല്ല ചോദിക്കാണ്, നിങ്ങൾക്ക് പറയാനൊരു ഉളുപ്പില്ലേ? നിങ്ങൾക്കും പെമ്മക്കളൊക്കെ ഉള്ളവരല്ലേ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്ന് ചോദിക്കാണ്. ഞങ്ങളുടെ പെമ്മക്കളൊന്നും ഇങ്ങനെയുള്ളവന്മാരൊന്നും അല്ല. നിന്നെപ്പോലെ പിഴച്ചുള്ളമാരും അല്ല. നിന്നെപ്പോലുള്ളവർക്കൊക്കെ അത് തന്നെയാണ് പറ്റിയ സ്ഥലം. നിന്നെ എന്തായാലും ഞങ്ങൾ ഇയാൾക്ക് നല്ല തുകയ്ക്കാണ് വിറ്റേക്കുന്നത്. ഇവന്മാർ അവിടെ കൊണ്ടുപോയി വേറെക്കിലൊക്കെ വിറ്റോളും. നീ ഇനി ജീവിക്കാൻ പോണത് അവിടെ ആയിരിക്കൂടി. കണ്ണും കെട്ടി കൈയും കെട്ടി നിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പാഴ്സൽ അയക്കും. അവിടെ ചെന്ന് നീ ഇനി എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പോണില്ലടി എന്ന് പറയുന്നുണ്ട്. നിന്റെ അച്ഛനല്ല, അച്ഛൻ വിചാരിച്ചാൽ പോലും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പിന്നെ ആർക്ക് സാധിക്കില്ല. നീ മരിച്ചതായിട്ട് തന്നെ എല്ലാരും വിധി എഴുതും എന്നൊക്കെ പറയാണ്. ബബിതയും കൃഷ്ണമോളും ഒക്കെ ബാലന്ദൻ ഞങ്ങളുടെ മകളല്ലേ, അച്ഛൻ്റെ മകളല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായ എന്നെയും കൂടി നിങ്ങൾക്ക് കണക്കാക്കിക്കൂടെ? നിർത്തടി നിന്റെ അധിക പ്രസംഗം. നീ എന്താടേ കരുതിയത്? കൃഷ്ണയും ബബിതനെ പേര് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല. എൻ്റെ പെങ്ങളെ പ്രസവിച്ചിട്ടാ അവരെ, അല്ല നിന്നെ പോലെ കണ്ടവളമാരെ പ്രസവിച്ചല്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ മനു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട്
ഇതുപോലെ അലീന എവിടെയാണെന്ന് ഇങ്ങനെ ഇതുപോലെ മിസ്സിങ് ആണെന്നും അവൻ്റെ അച്ഛൻ്റെയൊക്കെ നമ്പർ കൊടുത്തിട്ട് ഇവിടം വരെ അവരുടെ ഫോണ് ഉണ്ടായിരുന്നു, ശേഷം സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എവിടെ പോയിന്ന് ഒരു വിവരം ഇല്ലെന്ന് പറയുമ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കണം ആലോചിക്കുമ്പം വേണ്ട, നീ ഇവിടെ ഉള്ള ഏതെങ്കിലുമൊക്കെ അടച്ചിട്ടേക്കുന്ന ഗോഡൗണുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുമോ എന്ന് ചോദിച്ചിട്ട് ലൊക്കേഷനൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ പോലീസുകാരൻ സുഹൃത്താണെങ്കിൽ ആ ലൊക്കേഷൻസൊക്കെ മനുവിന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് മനു കയറി ഇറങ്ങി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ അലീനയുടെ ഫോണിലേക്ക് കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും അലീന ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പം ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. എടാ മനു, നീ എവിടെയാ? അലീനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടേ കിട്ടുന്നില്ല, നീ അങ്ങോട്ടേക്ക് പോയോ? അങ്കിളെ, ഞാൻ അലീനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അലീന ചിലപ്പം കുളിക്കാൻ കയറി കാണും, അതായിരിക്കും ഫോൺ എടുക്കാത്തെ. അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അലീനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയുന്നുണ്ട്. ശരിടാ, എനിക്ക് പേടിയാ, അന്ന് തന്നെ നിന്റെ വീട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവളെ ഇറക്കി വിട്ടല്ലോ, അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്നേ എനിക്ക് നല്ല പേടി ണ്ട്. അങ്കിള് പേടിക്കണ്ടെങ്കിലേ ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് മനു ഫോൺ കിട്ടാക്കാണ്. എന്നിട്ട് മനു ആണെങ്കിൽ ഇവൻ പറഞ്ഞ ഓരോ സ്പോട്ടിലും കയറി ഇറങ്ങി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജീവനും ശിവനും പറയുന്നുണ്ട്, എന്നാലേ മക്കളെ നിങ്ങളുടെ പണി തുടങ്ങിക്കോ, ഇവൾക്ക് ഒരിറ്റ് വെള്ളം പോലും കൊടുത്തു പോകരുത്, ഇവള് അനുഭവിക്കണം, അനുഭവിച്ച് നിറയിക്കണം ഇവള്. ഇനിയുള്ള കാലം ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇവൾ ഉണ്ടാവണം, വല്ല റെഡ് സ്ട്രീറ്റിലൊക്കെ ഇവളെ കാണണം, അതെ എങ്കിലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. ഞങ്ങളുടെ പെങ്ങളെ ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവള്, ഈ നശിച്ചവൾ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല. ഇവള് കാരണം ഞങ്ങളുടെ പെങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഞങ്ങളുടെ കുടുംബം ഇത്രയും ഈ സമയത്ത് വേദനിക്കാനും കരയാനും ഇങ്ങനെ ഉടഞ്ഞു പോകാനും കാരണക്കാരി ഇവൾ ഒറ്റ എഴുത്തിയാ. ഇവൾ അനുഭവിക്കണം, ഓരോ ദിവസം ഇവൾ അതോർത്ത് പശ്ചാത്തപിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളോട് പറയുന്നു കേട്ടോ. അപ്പോഴേക്കും അവർ ഇവളുടെ കൈ വീണ്ടും അവിടുന്ന് എണീപ്പിച്ചിട്ട് കൈ കെട്ടുകയും വാ കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആയിരിക്കും നല്ല സിനിമ സ്റ്റൈല് ആ ഗോഡൗണിൻ്റെ വാതിലൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ മനു കയറി വരുന്നത്. മനുവിനെ കണ്ടപാടെ രാജീവനും ശിവനും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. മനു ആണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്തായാലും അച്ഛനും കൊച്ചനും ആണല്ലോ, അവിടെ എന്തായാലും ഇവനെ തല്ലാൻ ആരും വരില്ലല്ലോ. ഈ സമയത്ത് റൗഡികൾ ഡാന്ന് വിളിച്ച് ഇവന് തല്ലാൻ പോകുമ്പോഴേക്കും രാജീവനും ശിവനും വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവർ മാറി നിൽക്കുകയാണ്. എന്താച്ചാ, എന്താ കൊച്ചാ, പറ, എന്നെ തല്ല് തോൽപ്പിക്കാനേ അവരോട് പറ, മോനെ തല്ലിയിട്ട് കൊന്നിട്ടാണേലും ഇവളെയും കൊണ്ട് പോകാലോ. അപ്പോഴേക്കും അവർ ചോദിക്കാണ്, നീ എന്താടാ ഇവിടെ, നീ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കാണ്. അതെ അലീനെ നല്ല ബുദ്ധിയുള്ള പെണ്ണ് തന്നെയാ, നിങ്ങൾ അവിടുന്ന് കോളിംബിൽ അടിച്ചപ്പോൾ തന്നെ അവൾ എനിക്ക് കോൾ ചെയ്തിരുന്നു. നിങ്ങളുടെ സംസാരവും നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിരുന്നു. നിങ്ങളെ സ്വിച്ച് ഓഫ് ആകുന്ന സ്പോട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ചു നേരമായി അന്വേഷിച്ചടക്കായിരുന്നു ഇതുപോലൊരു സ്ഥലം കണ്ടെത്താൻ. എന്തായാലും അവസാനം ഞാൻ കണ്ടെത്തിയല്ലോ എന്ന് പറയുന്നുണ്ട്. രാജീവ് ശിവന് പറയുന്നുണ്ട്, മനു ഇത് നിനക്ക് ഇടപെടേണ്ടാത്ത കേസാണ്, മര്യാദയ്ക്ക് നീ തിരിച്ചു പോകാൻ നോക്ക്. ഞങ്ങളെ 1-2-3 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് സ്കെച്ച് ചെയ്താണ് ഈ പണി നടപ്പിലാക്കിയത്. ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങളിത് ചെയ്യുന്നത്. മര്യാദയ്ക്ക് അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോ. ഞങ്ങളുടെ പെങ്ങള് അവിടെ അങ്ങനെ കിടക്കുന്നതിൽ കാരണക്കാരിയെ ഇവൾ ഒറ്റ എടുത്തിയാ. അവളുടെ മക്കളും അവളുടെ ഭർത്താവും എല്ലാ ആളും വിട്ടുപോകാൻ കാരണക്കാരിയെ ഇവൾ ഒറ്റ എടുത്തിയാ. അവളുടെ കുടുംബം ഇപ്പോൾ നശിച്ചു കിടക്കുന്നത് നീ കാണുന്നല്ലേ. ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? അതിനെല്ലാം കാരണക്കാരെ ഇവള് ഒരിക്കലും ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവളെ ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും മാനു പറയുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അലീന ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കാണ്. മര്യാദയ്ക്ക് അവളുടെ വായിലേയും കയ്യിലേയും കെട്ടഴിക്കട എന്ന് അവന്മാരോട് പറയുമ്പോഴേക്കും അവന്മാർ പേടിച്ച് പെട്ടെന്ന് കെട്ടഴിക്കുന്നുണ്ട്. ഈ സമയം അലീന ഓടിയെന്ന് മനുവേട്ടാന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനും ആൾ തിരിച്ചു കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ശിവനും രാജീവനും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ്. ശിവൻ ചോദിക്കുകയാണ്, എന്താടാ ഇതിനിടയ്ക്ക് നിനക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ? ഇവള് നിന്നെ വശത്താക്കിയോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ ഇളയ മോൻ്റെ സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. ശരിക്ക് ഒരാളെ അറിഞ്ഞ് സ്നേഹിക്കാനേ എനിക്കറിയാം. പെണ്ണെന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ളതാണെന്ന് നിങ്ങളാരും കരുതണ്ട. അലീനനെ എനിക്കിഷ്ടമാണ്, അലീനയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് മറ്റൊരർത്ഥം നിങ്ങൾ കാണണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനാണെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അലീന, നീ എന്തിനാ കരയുന്നത്? നിന്നെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീയേ അതുപോലെ ഈശ്വരനെ വിളിക്കുന്നവളാ. ഈശ്വരനോട് നിന്റെ ദുഃഖങ്ങളെല്ലാം പറയുന്നതല്ലേ. ഈശ്വരൻ നിനക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ അയക്കും. ഇപ്രാവശ്യം അയച്ചത് എന്നെയാണെന്ന് കണക്കാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിനകത്ത് നന്മയുള്ളവളാ നീ ഒരുത്തിട്ടും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, ദേ മനു, മര്യാദയ്ക്ക് മാറിക്കോ. ഞങ്ങൾക്ക് ദേഷ്യം വരാൻ പോവാ, ഞങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഞങ്ങളെ
ക്രൂരന്മാരാക്കരുത്. മകനാണെന്ന് പോലും ഞങ്ങൾ നോക്കില്ല. നല്ല തല്ല് ഞാൻ വെച്ച് തരും എന്ന് പറയുമ്പോഴേക്കും എങ്കിൽ തല്ലച്ചാ, അച്ഛനെ തല്ലുന്നുള്ള പേരുകൂടി ഇനി എനിക്ക് ഉണ്ടാക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാജീവ് ചോദിക്കാണ്, മനു നീ എന്തൊക്കെയാ പറഞ്ഞത്? നിനക്കറിയില്ലേ, നിന്റെ ആന്റി കൂടിയല്ലേ വൈജയന്തി ആന്റി? ആ ആന്റിയുടെ ജീവൻ നശിപ്പിച്ചത് ഇവൾ ഒറ്റ എഴുത്തിയാ. എന്നിട്ടും ഇവളോടെ വേണമെന്ന് നീ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്നു കേട്ടോ. അല്ല, ഇവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ബാലേന്ദ്രൻ, അവന്റെ ഏതോ ഒരു പെണ്ണിലുണ്ടായ കുഞ്ഞല്ലേ ഇവള്. കൊച്ച് അങ്ങനെ അവിടെ വേണ്ട. അവള് കാരണം ആ കുടുംബം ആകപ്പാടെ നശിച്ചു കിടക്കാണ്. ഇനി അവളവിടെ വേണ്ട എന്ന് പറയുമ്പോൾ മനു പറയാണ്, ശരി അങ്ങളെ, ഒരു 10-23 വർഷം പുറകോട്ട് ചിന്തിച്ചേ. അലീന ബാലേന്ദ്രങ്ങളുടെ മകളായുള്ള സമയം, ആ സമയം ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ പെങ്ങളെ ആഗ്രയില് ജീവിച്ച സമയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. രാജീവനും ശിവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. അപ്പോ മനു ചോദിക്കുന്നുണ്ട്, ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താടാ അതിനിപ്പോ എന്താടാ കുഴപ്പം? അതെ, അവിടെ പോയിട്ട് അവൾ പഠിക്കാൻ പോയിരുന്നു. പഠിക്കാൻ മാത്രമല്ല അവിടെ പോയത്, വേറെ കുറെ സംഭവങ്ങളും കൂടി ആകെ വെച്ച് നടന്നത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. രാജീവനും ശിവനും മുഖത്തോടെ മുഖം നോക്കി ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ രണ്ടുപേരെ മുഖമൊക്കെ അങ്ങ് മാറിയത്? ഇത്ര നേരത്തെ ശൗര്യം ദേഷ്യമൊന്നും രണ്ടുപേരെ മുഖത്ത് കാണുന്നില്ലല്ലോ. പിഴച്ചു പറ്റവൾന്ന് ഇവളെ നാഴേക്ക് 40 വട്ടവും നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ. ശരിക്കും ആരാ പിഴച്ചു പറ്റത്? നിങ്ങളുടെ പെങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവർ രണ്ടും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവർക്ക് മാത്രം, അതായത് മുതിർന്നവർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം എങ്ങനെ മനു അറിഞ്ഞുവെന്ന് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്. എന്താ ഈ രഹസ്യമൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഞാൻ മാത്രമല്ല, ബാലനങ്ങളും ഇതെല്ലാം അറിഞ്ഞു. അപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത് എല്ലാവരെയും എല്ലാ കാലം പൊട്ടന്മാരാക്കാനോ? നിങ്ങൾ ശരിക്കും ബാലനങ്ങളെ പൊട്ടനാക്കിയത്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം നശിച്ചുവെന്ന്. ശരിക്കും നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അല്ല, ബാലേന്ദ്രൻ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയത് എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് ആഗ്രയിൽ വെച്ച് ഒരാളുമായിട്ട് നിങ്ങളുടെ പെങ്ങള് വൈജയന്തി ഇഷ്ടത്തിലാവുകയും ലിവിങ് ടുഗദറിൽ തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം 8 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അവളെ ഉപേക്ഷിച്ച് ആ കാമുകൻ കടന്നു കളഞ്ഞു. ആ സമയത്ത് വൈജ തിരിച്ച് നാട്ടിലേക്ക് വരികയും അവിടെ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. എന്നാലോ നിങ്ങളുടെ അച്ഛനും മറ്റൊരു അങ്കിളും കൂടെ കൂടിയിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞ് നിങ്ങളുടെ പെങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അല്ലെങ്കിൽ പെങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിനുശേഷം ആ കുഞ്ഞിനെ കൊണ്ട് അനാഥാലയത്തിലാക്കി. ഇതല്ലേ സത്യം എന്ന് ചോദിക്കാണ്. ആ അനാഥാലയത്തിലാക്കിയ ആ കുഞ്ഞാണ് ഈ നിൽക്കുന്ന അലീന. സ്നേഹനികേതത്തിലെ പ്രജിത്താമ്മയുടെ കൈകളിലേക്കാ ഈ അലീനനെ ഏൽപ്പിച്ചത് എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ സോറി, മനു ആണെങ്കിൽ മനുവിന് അറിയില്ലല്ലോ വൈജ മരിച്ചു പോയെന്ന് അറിഞ്ഞ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നില്ല, മരിച്ചു പോയെന്നല്ല, അങ്ങനെ പ്രസവിച്ച് ഉപേക്ഷിച്ച കുട്ടിയാണെന്നാണ് കേട്ടോ പറയുന്നത്. വൈജയുടെ അറിവോടുകൂടി പ്രസവിച്ച് ഉപേക്ഷിച്ച ആ കുഞ്ഞാണ് അലീന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി അവിടെ അമ്മയാരാണ് അച്ഛനാരാന്ന് അറിയാതെ ഒരു അനാഥയെ പോലെ അവിടുന്ന് വളർന്ന് വലുതായി. അവരെ കെയർടേക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രജിത്ത എന്ന് പറഞ്ഞ ആ അമ്മ മരിക്കാൻ സമയമാണ് ഇവളുടെ അമ്മ, അതായത് നിങ്ങളുടെയൊക്കെ പെങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സ്വന്തം അച്ഛനെ തപ്പി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവൾ വന്നതിന് ശേഷം ഈ അലീനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയും അങ്ങനെ അലീനെ കാണാനായിട്ട് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെല്ലുകയും അലീനെ തിരിച്ചു വിളിച്ചു വരാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുകയും ചെയ്യായിരുന്നു. ആ സമയത്തൊന്നും അലീന ആരാണെന്നും എനിക്കറിയില്ലായിരുന്നു. ശേഷം അവൾ ഇവിടെ വന്നു. അവിടെ വന്ന് ആ മുത്തശ്ശിയെ പരിചരിച്ചു. നമ്മുടെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷമാണ് ബാലദിനങ്ങള് സത്യങ്ങളെല്ലാം അറിയുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ബാലദിനങ്ങൾ സത്യങ്ങൾ അറിഞ്ഞ പാടെ ഇവളെ വിളിച്ച് ചോദിച്ചെങ്കിലും ഇവള് കരഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീടുള്ള സത്യം പറഞ്ഞു. അതിനുശേഷം ഒരിക്കലും തന്റെ അമ്മയെ ഉപേക്ഷിക്കലെന്ന് പറഞ്ഞ് കാല് പിടിച്ചുള്ള കരയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു നുണക്കഥ അദ്ദേഹം പറഞ്ഞു പരത്തിയത്. ഇവൾ സ്വന്തം മകളാണെന്ന്, വൈജന മകളാണെന്ന് പറഞ്ഞാല് ഒരുപക്ഷെ വൈജ ആത്മഹത്യ ചെയ്യുവോ അല്ലെങ്കിൽ അഭിമാനഭാരം കൊണ്ട് അഭിമാനത്തിന്റെ ആ ഒരു ഇതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവൾക്ക് മാനസിക നില തെറ്റുമെന്നൊക്കെ പേടിച്ചിട്ടാ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. സ്വന്തം മകളാണെന്നും പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ നേർ ജീവിക്കുന്നതും നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ പെങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരിലാണ് ഇത്രയൊക്കെ ആ പാവം അനുഭവിക്കുന്നത്. ഒരു പൊട്ടനെ പോലെ മണ്ഡപത്തിൽ കയറുന്ന വൈജയന്റെ കഴുത്തിൽ അദ്ദേഹം താലി കെട്ടിയില്ലേ. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് കൂടിയില്ല. അപ്പോ ആരെ ചതിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടപാട് രണ്ടുപേരും ശരിക്കും ഞെട്ടിപ്പോന്നുണ്ട്. അപ്പോ അവർ ചോദിക്കാണ്, അലീന നീയപ്പോ വൈജയുടെ മകളാണോ? എന്താ രണ്ടുപേർക്കും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലായില്ലേ? അലീന വൈജാനിയുടെ മകള് തന്നെയാ.
10-23 വർഷം മുമ്പ് സ്നേഹത്തിൽ നിങ്ങളുടെ അച്ഛൻ കൊണ്ട് തള്ളിയ അതേ കുഞ്ഞാണ് ഈ അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന കൈ ഒപ്പിക്കൊണ്ട് അവളോട് പറയുന്നുണ്ട്, ഒരിക്കലും ഇവിടെയുള്ള ഒരു സത്യങ്ങൾ അറിയിക്കണമെന്ന് കരുതി ഞാൻ വന്നതല്ല. പരിത്താപം മരിച്ച സമയത്ത് ഞങ്ങളെല്ലാം ഓരോരുത്തരുടെ കൈകൾ ലയിപ്പിക്കായിരുന്നു. അതുകൊണ്ടാ എന്നെ ആ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ഹോം നേഴ്സായിട്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ അമ്മേനെ ഒന്ന് കാണണം, അതിനുശേഷം എങ്ങോട്ടെങ്കിലുമൊക്കെ ജോലിക്ക് പോയി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരിക്കലും അച്ഛനത് അറിയണമെന്നോ കുടുംബങ്ങൾ തമ്മിൽ തെറ്റണമെന്നൊന്നും ഞാൻ കരുതിയില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ അച്ഛൻ സത്യങ്ങൾ അറിഞ്ഞു. അന്ന് ഹരിയും രോഹിത്തും കൂടി എന്നോട് മോശമായി പെരുമാറിയ സമയത്താണ് അച്ഛൻ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. അതിനുശേഷം പിന്നെ അച്ഛൻ എന്നെ മോളായിട്ട് സ്വീകരിക്കുകയായിരുന്നു. സത്യമായിട്ടും എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ആരെയും നോക്കണമെന്ന് കരുതിയല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത്. എൻ്റെ അമ്മേനെ ഒരു നോക്കൊന്ന് കാണാം, പിന്നെ എൻ്റെ ജീവിതം നോക്കി പോകണമെന്ന് കരുതി തന്നെയാണ് വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാജീവനും ശിവനും വന്ന് അയാളുടെ കൈ പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. മോളെ, സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീ വൈദ്യന്റെ മകളാണെന്ന്. പിന്നെ മനു പറഞ്ഞതുപോലെ അവൾ പ്രസവിച്ച് ഉപേക്ഷിച്ചതുമല്ല, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചതാ. ഇങ്ങനൊരു മകളാണെന്ന് സത്യം പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പം അലിനെയും മനുവും പരസ്പരം നോക്കുകയാണ്. അതേ മോളെ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. വൈജയ്ക്ക് ജനിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നാ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ അന്വേഷിച്ചിട്ടുമില്ല. അന്ന് വൈജ ഭയങ്കര കരച്ചിലായിരുന്നു. അലമുറയിട്ട് ആ ഹോസ്പിറ്റലിൽ കരഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അന്നല്ല കുറെ നാള് അവൾ കരഞ്ഞു. അതിനുശേഷമാണ് ബാലേന്ദ്രനാണെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നതും ഞങ്ങളെ പിടിച്ചുപിടിയാലെ നിർബന്ധിച്ച് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതും. അല്ലാതെ വൈജ മോൾ ഉണ്ടായതിനു ശേഷം മോളെ കൊണ്ട് അനാഥാലയത്തിലാക്കിയിട്ട് വേറെ വിവാഹം കഴിച്ചതല്ല മോളെ. അവളെ നീ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അന്ന് വൈജയുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെന്നുള്ള സത്യം പോലും ഞങ്ങൾ അറിയുന്നത്. അച്ഛൻ ഒരുപക്ഷെ വൈജയുടെ ജീവിതം രക്ഷിക്കാനായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനു ചോദിക്കാണ്, ആ കുഞ്ഞിനെ വളർത്തിയെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ബാലനെ തിരിച്ചെന്നപ്പോ ഇതുപോലൊരു കുട്ടിയാണെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും അലിനെ സ്വീകരിച്ചേനെ. എന്നിട്ടും മുത്തശ്ശൻ കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി. സത്യമായിട്ടും കുഞ്ഞിരാമനങ്ങളും അച്ഛനും കൂടിയാ ഇതൊക്കെ ചെയ്തത്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. സത്യങ്ങൾ അറിയുന്നത് അവർക്കുണ്ടൊക്കെ മാത്രമായിരുന്നു. ഇപ്പോഴല്ലേ ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരിക്കലും വൈജി അറിഞ്ഞിട്ടില്ല ഇതുപോലൊരു മോള് അവക്കുണ്ടെന്ന്. മരിച്ചു പോയെന്ന് തന്നെയാ അവള് കരുതിയിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ പൊട്ടിക്കരയുന്നുണ്ട്. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം. മോളുടെ കവളത്ത് ഈ ഞങ്ങൾ തല്ലി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അത് മാത്രല്ല, ഒരിക്കലും വൈജ മോളാണ് സ്വന്തം മകളെന്ന് അറിയണ്ട. അറിഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അഭിമാനം നഷ്ടപ്പെട്ട അവള് ഒരുപക്ഷെ സൂയിസൈഡ് ചെയ്തെന്ന് വരും. ഇപ്പൊ അവള് മോളുള്ള ദേഷ്യത്തിലാ ജീവിക്കണമെന്ന് കരുതുന്നത്. ഇനിയിപ്പോ അതുകൂടി ഇല്ലാതാവും മോളെ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ മോളെന്നറിയാതെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു. ഞങ്ങൾ മോളെ നാളെ കടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കാൽക്കൽ വീണ് കരയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, സത്യങ്ങളൊന്നും നിങ്ങൾ അറിയിക്കണമെന്നാ ഞങ്ങളെ കരുതിയത്. പക്ഷെ നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളൊന്നും പറയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇമാതിരി തോന്നിവാസമൊക്കെ നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒന്നുമില്ലെങ്കിലും ഇവളൊരു പെൺകുട്ടിയല്ലേ, ബാലേന്ദ്രൻ ഞങ്ങളെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മനു ചോദിക്കുകയാണ്. അങ്ങനെ ശിവനും രാജീവനും അവളുടെ മാപ്പ് പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഞങ്ങൾ അറിഞ്ഞതായിട്ട് ബാലേന്ദ്രൻ അറിയണ്ട. അവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും ഞങ്ങൾക്ക് മടിയാ. പലതവണ അവനെ ഞങ്ങളെ കുത്തിപ്പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതാ. പക്ഷെ ഇനിയിപ്പോ അവന് മുമ്പിൽ പോയി നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കില്ല. ദയവ് ചെയ്ത് അവനെ ഞങ്ങൾ അറിഞ്ഞതായിട്ട് അറിയിക്കണ്ട. അതുപോലെ തന്നെ ഈ സംഭവം അവനോട് പറയരുത്. പറഞ്ഞാലുള്ള അവന്റെ പ്രതികരണം നിങ്ങൾക്ക് അറിയാലോ. വൈജയും ഇതൊന്നും അറിയണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവരോട് എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. മനു ആണെങ്കിൽ പോയി അലീനയും കൂട്ടി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവാണ്. എന്തായാലും അച്ഛനെ ഈ കാര്യങ്ങളൊന്നും അറിയണ്ടായെന്ന് മനുവിനോട് അലീന പറഞ്ഞ് വാക്ക് മേടിക്കുന്നു കേട്ടോ. എന്നാലും ശിവനും രാജനും സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സമാധാനമുണ്ട്. അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒരു അയവ് സംഭവിച്ചല്ലോ. ഇനി ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരും കേട്ടോ. അതിൻ്റെ സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.